ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറത്തുകാരുടെ ഒരു പ്രധാന വിഭവമാണല്ലോ ഈ കലത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നാരുകളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിനുവേണ്ടി 1.5 കപ്പ് പച്ചരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂറോളം പച്ചരി വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം. അതിനുശേഷം നന്നായിട്ട് കഴുകി വാർത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. ആ ചോറിന് ശേഷം 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം പോലെയല്ല, പാകത്തിന് അതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് അതൊന്ന് നല്ല പോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ തരിയൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി ആ മെൽറ്റാക്കിയ ശർക്കര ചൂടോടുകൂടി, ഒട്ടും ചൂട് കുറയാതെ തന്നെ അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടൊന്ന് അരിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ചൂട് ഒട്ടും കുറയാതെ അതേ ചൂടോട് കൂടി തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം മാവ് നന്നായിട്ട് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ ചീയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി ആയിട്ടിരിക്കും, നല്ല ലൂസായിട്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ പാനിൽ വെച്ചും ഉണ്ടാക്കാം കേട്ടോ. ഇനി കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഒരു 5-6 കൊച്ചുള്ളി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുക. വിസിലിടണ്ട. വിസിൽ അയച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒരു ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. വളരെ കുറഞ്ഞ സിമ്മാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഒരു കട്ടിയുള്ള ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമോ പാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് കുക്കർ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നവർ, കോൺഫിഡൻസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേവാനുള്ള സമയം വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഞാൻ ഏകദേശം ഇതൊരു 30 മിനിറ്റോളം സിമ്മിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കലത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് വളരെ സൂപ്പർ സോഫ്റ്റ് എന്ന് പറയുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടാണ്. മാത്രമല്ല ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൻ്റെ നാരുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പം തന്നെ അറിയാം നമുക്കിതിങ്ങനെ എത്രത്തോളം സോഫ്റ്റാണ് ഈ കലത്തപ്പം എന്നുള്ളത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കുക്കറിൽ നിന്ന് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.